എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാനെ ന്യായീകരിച്ച് നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്ര പേർക്ക് ഈ എഴുത്തിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് അറിയില്ല. സ്ക്രീനിലേക്കൊന്ന് നോക്കണേ. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന രാജ്യം നശിപ്പിക്കപ്പെടുമെന്നാണ് ഈ എഴുത്തിൽ പറയുന്നത്. ഇതേതെങ്കിലും കുളിമുറിയിൽ ആരെങ്കിലും എഴുതി വെച്ച സംഭവമല്ല. ടെഹ്റാനിലെ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ച് അവിടെ അതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ക്ലോക്കിൻ്റെ മുകളിലായി വലിയ അക്ഷരത്തിൽ ഇത് എഴുതി വച്ചിരിക്കുകയാണ് ഈ വാചകം. ഇസ്രായേലികൾ അങ്ങനെ വഴി കൂടെ പോയാൽ അവർക്ക് മനസ്സിലാൻ വേണ്ടി ഹീബ്രുവിലും ഇടയ്ക്ക് പ്രദർശിപ്പിക്കും. ഈ ക്ലോക്കിൽ ഇതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഒരു കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞു വരുന്ന ഡിജിറ്റൽ ടൈമറുകളൊക്കെ പിടിപ്പിച്ച നല്ലൊരു ക്ലോക്ക്. 2040 ഒരു തീയതി നിശ്ചയിച്ചാണ് ഈ ക്ലോക്ക് പിന്നാക്കം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്ന് ഈ ക്ലോക്ക് പറഞ്ഞു തരും. എന്തിനാണ് ഇത് സ്ഥാപിച്ചത്? ആയത്തുള്ള അലി ഖൊമൈനി 2015 25 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ കഥ കഴിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോക്ക് 2017 അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത്. ആ പ്രസംഗത്തിലെ പഞ്ച് ഡയലോഗ് ഈ ക്ലോക്കിൻ്റെ സമീപം ഇടയ്ക്കൊന്ന് പ്രദർശിപ്പിക്കും. അതും ഞാൻ വായിക്കാം. ദൈവഹിതമനുസരിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. എന്താണ് കേൾക്കുന്നത്? എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു രാജ്യം അതിൻ്റെ ലക്ഷ്യമായി മറ്റൊരു രാജ്യത്തിൻ്റെ ചാരം അത് ലക്ഷ്യം വയ്ക്കുന്നു, അതിൻ്റെ നിഷ്കാസനം ചെയ്യലാണ് ഞങ്ങളുടെ പണിയെന്നും പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഒരു രാജ്യം ഈ ലോകത്തുണ്ടോ? ഭ്രാന്തന്മാരാണ് ഇവർ. നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? ജനങ്ങളുടെ പട്ടിണി മാറ്റുമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വികസനം, ഇതുവരെ ഉണ്ടായിരുന്ന വികസനം, ഞങ്ങൾ 10 വർഷമായി ഉണ്ടാക്കിയ വികസനം ഇനിയും നടത്തുമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു രാജ്യത്തെ ചുട്ടുകരിക്കുമെന്ന് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇറാൻ്റെ പണി ഇതായിരുന്നു. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് എന്നാൽ അത് പിന്നെ അവരുടെ മനസമാധാനത്തിന് ചെയ്തു എന്ന് വിചാരിച്ചിരിക്കാം. കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ. പക്ഷേ ഇതും പറഞ്ഞ് വലിയൊരു മലയുടെ അടിയിൽ കുഴി കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന പണിയാണ് ഇവർ തുടങ്ങിയത്. ആണവായുധം നിർമ്മിക്കുന്നു, ഈ ആണവായുധം കൊണ്ട് നിങ്ങളെ നശിപ്പിക്കലാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റായ രാജ്യങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? പോട്ടെ, ഇസ്രായേലാണല്ലോ അവർ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ശ്രീലങ്ക ആയിക്കോട്ടെ, ശ്രീലങ്കയ്ക്ക് അത് നോക്കിയിരിക്കാൻ പറ്റുമോ? നനച്ചിരിക്കാത്തൊരു ദിവസം എല്ലാവരും കൂടി മരിക്കുന്നതിനേക്കാൾ ഭേദം അന്തസ്സായി പടവെട്ടി മരിക്കാമെന്നല്ലേ ചിന്തിക്കൂ? ഏത് ചാവാലി മനുഷ്യരും ഇതാ ചിന്തിക്കുക, രാജ്യങ്ങളും അത് തന്നെ ചിന്തിക്കുക. ഇസ്രായേൽ ശക്തരായതുകൊണ്ട് ഖൊമേനിയെ ബോംബിട്ട് കൊന്നു. ഇതാണ് ഉണ്ടായത്. നമ്മുടെ ഇടയിൽ ഇതൊന്നും അറിയാതെ, ഈ ക്ലോക്കിനെ പോലും അറിയാതെ ആളുകൾ അറിയാത്തതിൻ്റെ കാരണം നമുക്കറിയാം. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്തകൾ അവർ സെൻസർ ചെയ്യുന്നത് ഇത് കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കൊടുത്താൽ അതിന് ന്യൂസ് കവറേജ് കുറവാണ്. ഞങ്ങളുടെ ഇത്തരം വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചില പ്രേക്ഷകർ പോകും. ഞങ്ങൾ നോമ്പ് സമയത്ത് ചായ കുടിക്കുന്നത് കണ്ടാൽ പോലും എൻ്റെ പ്രേക്ഷകർ പോകുന്നതാണ് ആ നായർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ സ്ഥിതി. അതുകൊണ്ട് ഇവർ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഇവരൊരു എക്കോ ചേമ്പർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന ന്യൂസ് മാത്രമേ ലോകത്തുള്ളവർ കേൾക്കൂ, അല്ലെങ്കിൽ അവർക്കത് അറിയാൻ താല്പര്യമുള്ളൂ. പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ, അതിപ്പോൾ ഏത് തരത്തിലുള്ള ദേശീയ ഹിന്ദു പോലുള്ള ലെഫ്റ്റ് മാധ്യമങ്ങളിലായാൽ പോലും ഇത്തരം ന്യൂസുകളൊക്കെ വരും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മറച്ചു വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പല വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ വരാറുണ്ട്, അന്തർദേശീയ മാധ്യമങ്ങൾ വരാറുണ്ട്. അതിലൊരു കാര്യം കൂടി ഞാൻ അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇസ്രായേലിൻ്റെ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? നമുക്ക് സ്വാഭാവികമായും നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പതാക പ്രിൻ്റ് ചെയ്യുക അതാത് രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പതാക അധികവും പ്രിൻ്റ് ചെയ്യുന്നത് ഈ ഇറാൻകാരാണ്. എന്തിനാണ്?
ചവിട്ടി തേച്ച് ഉപയോഗിക്കാൻ. സ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും താഴെ ഈ പതാക വിരിച്ചിട്ടിരിക്കുന്ന ചവിട്ടി പോലെ വിരിച്ചിട്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇസ്രായേലിൻ്റെ മതപോലീസുകാർക്കും ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി എന്താ പറയുക കുഴയ്ക്കാൻ വേണ്ടി അതങ്ങനെ ഇട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഏതോ വഴിയിലൂടെ പോയിരുന്ന മിസൈലുകളെ മാടി വിളിച്ച് സ്വന്തം തലക്കിട്ടും പൊട്ടിച്ചും മരിച്ചവരാണ് ഈ ഖൊമേനി. പുള്ളിയുടെ കയ്യിലിരിപ്പ് അത്ര നിസ്സാരമായിരുന്നില്ല. ഏകദേശം 1 കോടി പ്രവാസികൾ, അതായത് ഇറാനിൽ നിന്ന് ഇയാളെ പേടിച്ച് ഓടിപ്പോയ 1 കോടി മനുഷ്യർ യൂറോപ്പിലും US-ലും പ്രവാസ ജീവിതം നയിക്കുകയാണ്. അവരാണ് ഇദ്ദേഹം ചത്ത വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവരുടെ ആഹ്ലാദം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പണ്ട് തൊട്ടേ മുഴക്കിയ മുദ്രാവാക്യം ഡെത്ത് ടു ദി ഡിക്റ്റേറ്റർ എന്നായിരുന്നു. ഏകാധിപതി ചാവട്ടെ. എല്ലാ ഏകാധിപതികളും ലോകത്തിലെ ചത്തുപോയാൽ അത്രയും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഇറാൻകാരോടാണ് താല്പര്യം. അവിടുത്തെ ഭരണാധികാരികളോടല്ല, ഖൊമേനിമാരോടല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കിയത് ഈ ഖൊമേനിയാണ്. 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിലുള്ള അത്രയും പ്രക്ഷോഭകരെ ഇയാൾ വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പാക്കി. ഒരു ജഡ്ജി ഉണ്ട് അവിടെ. അദ്ദേഹത്തിനവിടെ ഒരു ചെല്ലപ്പേര് വിളിക്കും, മരണത്തിൻ്റെ ജഡ്ജി. അവൻ്റെ പേര് അബ്ദുൾ ഖാസിം സലാവതി. ഒരൊറ്റ ദിവസം 800 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച് റെക്കോർഡിട്ട വ്യക്തി. ഭയങ്കര മഹാനാണ്. ടെഹ്റാനിൽ വെച്ച് അവൻ്റെ തലയിലും ഒരു ബോംബ് വീണു എന്ന് കേൾക്കുന്നുണ്ട്. എങ്കിൽ അവനും രക്ഷപ്പെട്ടു, അവനും കിട്ടി 72 ഹൂറികൾ എന്നല്ലാതെ നമ്മളെന്ത് പറയാനാണ്. പക്ഷേ ഇയാളുടെ വധശിക്ഷകൾ, ഇവരുടെ പീഡിപ്പിക്കലുകൾ, ഇതുകൊണ്ടൊന്നും ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഇവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഈ 47 വർഷക്കാല അളവിനിടയിൽ 9 മുന്നേറ്റങ്ങൾ, ജനമുന്നേറ്റങ്ങൾ, പ്രക്ഷോഭങ്ങൾ അവർ നടത്തി. പക്ഷേ എല്ലാറ്റിനെയും ഖൊമേനി ചോരയിൽ മുക്കിക്കൊന്നു. 1 ലക്ഷത്തിലധികം പേർ തെരുവിൽ കൊല്ലപ്പെട്ട നാടാണത്. നമ്മളെന്താ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ചെയ്യുക? അതായത് ഭരണകൂടം ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തി ആളുകളെ കൊല്ലാൻ തുടങ്ങിയ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാട് നിറയെ സർവൈലൻസ് ക്യാമറകൾ, തോക്കുകൾ, പീഡന ക്യാമ്പുകൾ, തടവറകൾ, പോലീസ് അഴിഞ്ഞാടാണ്. അപ്പോൾ ഈ പൗരസമൂഹം എന്ന് പറയുന്ന സാധനം പിന്നെ എന്ത് ചെയ്യും? അവർക്ക് എവിടെ നിന്നാണ് മോചനം കിട്ടുക? അവർ തെരുവിൽ കിടന്ന് മരിക്കുക എന്നത് അല്ലാതെ വേറൊരു വഴിയുമില്ല. 100 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 105 വർഷം മുമ്പ് ബെർട്രാൻഡ് റസൽ എന്ന ഒരു യുക്തിവാദി, നോബൽ സമ്മാനം കിട്ടിയ ഒരു യുക്തിവാദിയാണ് അദ്ദേഹം ഒരു വലിയ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അതേപോലെ പറയാം. സയൻസും സാങ്കേതിക വിദ്യയും വളരുമ്പോൾ ജനങ്ങൾക്ക് പ്രക്ഷോഭം നടത്തി ഏകാധിപതികളെ മാറ്റാൻ കഴിയാതാകും. സയൻറ്റിഫിക് ഡെസ്പോറ്റിസം എന്നാണ്, അതായത് ശാസ്ത്രത്തിൻ്റെ സ്വേച്ഛാധിപത്യം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഇതാണ് നമ്മളിപ്പോൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ ആ ലെവലിൽ പോയാൽ പിന്നെ ജനങ്ങൾക്ക് ആകെ ആശ്രയം ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. വിദേശ ശക്തികളെ വിളിക്കേണ്ടി വരും. ഇത് ഇന്ന് മാത്രമല്ല, നമ്മളിത് കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമായിട്ട് തോന്നേണ്ട കാര്യമില്ല. 1940കളിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഇക്കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാരെ സമരം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല, അവർ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഗാന്ധിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ജപ്പാൻകാരുടെ, ഫാസിസ്റ്റുകളാണ്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ഫാസിസ്റ്റുകളുടെ തേടിപ്പോയി നല്ലൊരു സേനയും ഉണ്ടാക്കി. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളുകൾക്ക്, അങ്ങനെ വല്ല മലയാളികൾ ഉണ്ടെങ്കിൽ ഇക്കാര്യം അറിയാവുന്നതാണ്. മറക്കാൻ കഴിയുന്ന കാര്യമല്ല അതൊന്നും. ഇറാനിൽ ഖൊമേനിമാർ അധികാരത്തിലേറിയത് 1979-ലാണ്. അന്ന് ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഖൊമേനിക്ക് ഒപ്പമായിരുന്നു അവർ. കാരണം രാജാധികാരത്തെ പുറത്താക്കാൻ ഇവർ ഭായ് ആയി നിന്നു. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഖൊമേനിക്ക് ഒപ്പമായതുപോലെ 1979-ലെ കമ്മ്യൂണിസ്റ്റുകൾ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും ഒപ്പമായിരുന്നു. പക്ഷേ ഇന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ആരും ഖൊമേനിക്കൊപ്പമില്ല. അതെന്താണ് കാരണം?
ഖൊമേനിയെ അധികാരത്തിലെത്താൻ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ അധികാരം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഖൊമേനി അയാളുടെ തനി ഗുണം പുറത്തെടുത്തു. 10 വർഷത്തിനുള്ളിൽ സകല കമ്മ്യൂണിസ്റ്റുകളെയും അയാൾ നാമാവശേഷമാക്കി. എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് അറിയില്ല. ഉദ്ദേശം പറയുന്നുണ്ട് 50,000 അല്ലെങ്കിൽ 50,000-ന് താഴെ, അതാണ് കണക്കൂട്ടുന്നത്. 20,000 മുതൽ 50,000 വരെ കമ്മ്യൂണിസ്റ്റുകളെ ഇയാൾ കൊന്നു തീർത്തു. അങ്ങനെ എല്ലാവരും കൊന്നു തീർത്തത് കൊണ്ടാണ് ഇന്ന് അവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തത്. ഇനി കേരളത്തിൽ നിന്ന് ഈ ടീം പോയാൽ അവിടെ ചെന്ന് അവിടെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഖൊമേനിയെ സപ്പോർട്ട് ചെയ്യാൻ ഇനി അവരുണ്ടാവും, ഭാവിയിൽ അവരുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവിടെ ആരും ഇല്ല. ഇതാണ് ചരിത്രം. കമ്മ്യൂണിസ്റ്റുകളും ഇറാനും തമ്മിലുള്ള ചരിത്രം ഇതാണ്. ഇറാൻ എന്ന് പറയുമ്പോൾ 1935 വരെ അത് പേർഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ചരിത്രത്തിൽ അറിയാം പേർഷ്യൻ സംസ്കാരം, അവരുടെ ചരിത്രം, സാഹിത്യം, സംഗീതം, നൃത്തം, ഗണിതം, ഫിലോസഫി ഭയങ്കര സംഭവമാണ്. സ്ത്രീകളുടെ നില ഉന്നതമായിരുന്നു. ഇസ്ലാമിൻ്റെ സുവർണകാലം എന്നാണ്, ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം. അന്ന് അബ്ബാസിദ് ഖിലാഫത്താണ് അവിടെ നിലക്കുന്നത്. ഖലീഫയുടെ ഭരണം നടക്കുന്ന കാലത്താണ് ഈ ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിരന്തരം നമ്മൾ വിവരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന അൽഗോരിതം എന്ന വാക്ക്, എന്ന പേര്, അത് അന്ന് അബ്ബാസിദ് ഖലീഫമാരുടെ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഗണിതജ്ഞനായ അൽ ഖവരസ്മി എന്ന ഗണിതജ്ഞൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആധുനിക ശാസ്ത്രം ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഇട്ട വാക്കാണ്, പേരാണ്. അദ്ദേഹത്തെയാണ് ഈ അൽഗോരിതം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസ്സാരമായിരുന്നില്ല ഇറാൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ഇറാനിലെ കുഴപ്പം തീർച്ചയായും ഇവിടുത്തെ സംഘി ആളുകൾ പറയുന്നത് പോലെ ഒരിക്കലും ഇസ്ലാമിൻ്റേതല്ല. ഇസ്ലാമിൻ്റേതായിരുന്നു കുഴപ്പമെങ്കിൽ ആ കുഴപ്പം ദുബായിലും ബഹറിനിലും എല്ലാവിടെയും കാണണ്ടേ? എല്ലായിടത്തും ഈ ഖൊമേനി ചെയ്തിരുന്ന പ്രാകൃത രീതികൾ നമ്മൾ കാണണ്ടേ? പക്ഷേ കാണുന്നില്ല. ഇസ്ലാമിന് കുഴപ്പമില്ലാതല്ല ഞാൻ പറയുന്നത്. ഹിന്ദുവിനുള്ള കുഴപ്പം പോലെ തന്നെ ഇസ്ലാമിനും കുഴപ്പമുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഒന്നും നമ്മൾ കാണുന്നില്ല. ആ മതത്തിൻ്റെ അല്ലെങ്കിൽ മതം ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല ഇറാനിലെ പ്രശ്നം. ആ മതത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പ്രാകൃത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് രസിക്കുന്ന ഖൊമേനിമാരുടെ പ്രശ്നമാണ് അവിടുത്തെ പ്രശ്നം. ഇത് കുറച്ച് വർഷങ്ങളല്ല, 47 വർഷങ്ങളായി ഇവർ ഈ കളി തുടങ്ങിയിട്ട്. സ്ത്രീകളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി കുറച്ചു. വസ്ത്രധാരണത്തിൽ ചില വിലക്കുകൾ ഏർപ്പെടുത്തി. മാത്രമല്ല സ്ത്രീകളെ ഉന്നത പദവിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. അവർ പുറത്തിറങ്ങണമെങ്കിൽ പുരുഷൻ്റെ ഒരു മേൽനോട്ടം വേണം. തെരുവിലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ തലയിൽ ഹിജാബ് നീങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഇതാണ് ഈ മോറൽ പോലീസിങ്, മത പോലീസിങ് എന്ന് പറയുന്നത്. ഖൊമേനി ഉണ്ടാക്കിയതാണ്. IRGC എന്ന് പറയുന്ന മത പോലീസ് സേന ഇയാൾ കൃത്രിമമായി ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാ അധികാരവും അവർക്ക് കൊടുത്തു. അവരാണ് സകല പ്രതിഷേധങ്ങളെയും മുളകിൽ നുള്ളിക്കളയുന്ന മത പോലീസ്. ഖൊമേനിയോട് മാത്രം കടപ്പാട്. ഈ ഖൊമേനിയോ കോടതിക്കും അതുപോലെ മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലുള്ള സുപ്രീം ലീഡർ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്ത് കണ്ടിട്ടാണ് സുനിത ദേവദാസിനെ പോലുള്ള മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് കണ്ടിട്ടാണ് ഈ കാനഡയിലിരുന്ന് വീഡിയോ ചെയ്യുകയാണ്? ഈ ധീരദേശാഭിമാനിയാണ്, പിന്നെ ധീരനാണ്, വീരനാണ് ഖൊമേനി, അയാളുടെ എന്താ പറയുക, രക്തസാക്ഷിത്വത്തിൽ ഇവരെ കോരിത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയാണ്. എന്ത് കണ്ടിട്ടാണ് അപ്പോൾ ഇവർ ഈ ഖൊമേനിയെ ഇഷ്ടപ്പെട്ടത്? 3-4 ചോദ്യങ്ങൾ എനിക്ക് അവരോട് ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്ത്രീകൾ കന്യകകളാണെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുമ്പോൾ അതിനു മുമ്പ് ബലാത്സംഗം ചെയ്യണം എന്ന ഓർഡർ ഇട്ടത് ഈ ഖൊമേനിയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? അതായത് സ്ത്രീകൾ കന്യകകളാണെങ്കിൽ ബലാത്സംഗം ചെയ്തിട്ട് വേണം അവരെ കൊല്ലാൻ, വധശിക്ഷ നടപ്പാക്കാൻ എന്ന് ഓർഡർ ഇട്ട
ഈ പുള്ളിയെയാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദപോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച മക്കളുടെ മൃതദേഹം വാങ്ങാൻ വരുമ്പോൾ ബുള്ളറ്റ് ടാക്സ് കൊടുക്കണമെന്ന് ഓർഡറിട്ട വ്യക്തിയാണ് ഈ നീചനാണ് ഈ മനുഷ്യൻ. ആശുപത്രിയിൽ കഴിയുന്നവരെ ബെഡിലിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്, അതിന് ഓർഡർ കൊടുക്കുന്ന ആളാണ്. സ്ത്രീകളുടെ കല്യാണപ്രായം 9 വയസ്സാക്കിയ ആളാണ്. അതിനു മുമ്പ് കുട്ടികളെ തഴുകുന്നത് കൊണ്ടും അവരെ ഉമ്മ വയ്ക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്ന് വിധിച്ച വ്യക്തിയാണ്. ഒറ്റ ദിവസം 8000 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജിക്ക് ശമ്പളം കൊടുക്കുന്ന വ്യക്തിയാണ് ഇയാൾ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇയാളെ ഇങ്ങനെ വാഴ്ത്തുന്നത് എന്ന് നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. എന്താണ് ഈ ഇത്തരം യൂട്യൂബിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവരെ പോലുള്ള ആളുകളുടെ ആദർശ സങ്കല്പം എന്താണ്? അവരതിന് ന്യായീകരണം പറയുന്നത്. അവർ പറയുന്ന ന്യായീകരണം എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ അതാത് രാജ്യത്തെ ആളുകൾ തന്നെ സമരം ചെയ്തു മാറ്റണം, പുറത്തു നിന്നൊരു സഹായവും സ്വീകരിക്കരുത്. ഇതാണ് ഇവർ പറയുന്ന വാദം അല്ലെങ്കിൽ ഇവരുടെ ആദർശ സങ്കല്പം. ഞാൻ ഇത് കേട്ടാൽ അല്ലെങ്കിൽ ആർക്കത് കേട്ടാലും അത് ഓക്കെയാണ്, ശരിയാണ്, ഇതൊരു വലിയ ആദർശം സങ്കല്പം തന്നെയാണ്. പക്ഷേ ഇത് പറയുന്നവർക്കറിയാം ഈ സങ്കല്പം മാത്രമാണ് വാദത്തിന് വേണ്ടി പറയുകയാണെന്ന്. നടക്കില്ല. പ്രത്യേകിച്ച് ഇറാനിൽ ഇത് നടക്കില്ല. എത്ര ഇറാൻകാർ മനുഷ്യർ തെരുവിൽ കൊല ചെയ്യപ്പെട്ടാലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കൽ. നമുക്ക് ചെയ്യാം, സേഫ് സോണിലിരുന്ന് നമുക്ക് സാഹിത്യം ചമയ്ക്കാം, ആദർശം പറയാം, ഇതൊക്കെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നതും ജനാധിപത്യ സമൂഹങ്ങളിലാണെങ്കിൽ മാത്രമേ പറ്റൂ. അധികാരം നിലനിർത്താനായി എത്ര പേരെ വേണമെങ്കിലും വെടിവെച്ച് കൊല്ലാൻ മടിയില്ലാത്ത ഒരു ഭീകരനായിരുന്നു ഖൊമേനി. അണുബോംബ് ഉണ്ടാക്കിയാൽ ഞങ്ങൾ ആദ്യം തന്നെ ഇസ്രായേലിൻ്റെ മുകളിൽ കൊണ്ടിടുമെന്ന് പ്രഖ്യാപിച്ച് അണുബോംബ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ് അവർ. അവർക്ക് എന്ത് ലോകം! ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൊക്കെ എത്ര കേമന്മാരായിരുന്നു എന്നും എത്ര മര്യാദക്കാരായിരുന്നു എന്നാണ് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് പോലും അവർ മര്യാദക്കാരായിട്ട് പോലും നമ്മൾ പുറത്തു നിന്നുള്ള സഹായത്തിന് വേണ്ടി ജപ്പാൻ്റെ സഹായം തേടി പോയ ആളുകളാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തെ നമ്മൾ മറക്കാൻ പാടില്ല. ഈ ആദർശം പറയുന്നവനും കേൾക്കുന്നവനും അറിയാം ഈ നാട്ടിൽ ഇത്തരം ആദർശ സങ്കല്പങ്ങളൊന്നും നടക്കില്ല. എന്തിനാണ് അവരിത് പറയുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ന്യായീകരിക്കാൻ. അല്ലെങ്കിൽ അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, എപ്പോഴോ പിടികൂടിയ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി, ഇതൊക്കെയാണ് ഇവരെ ഖൊമേനിക്ക് വേണ്ടി എന്താ പറയുക, നേരിട്ടല്ല ഖൊമേനിക്ക് വേണ്ടി തന്നെ വാദിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്താൽ എന്തെല്ലാം ചെയ്യും അത് തന്നെയാണ് ഖൊമേനിയും ചെയ്യുന്നത്. അതുകൊണ്ട് അയാളെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് ഈ ഫിലോസഫിക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവർ ഈ ആദർശം പറയാനായിട്ട് നിർബന്ധിക്കുന്നത്. അല്ലാതെ ഈ ഉറച്ച നിലപാടിൻ്റെ പേരിലല്ല. ഒരു ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കവർക്കൊരു ആദരവ് കൊടുക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറയാണ്, ഞങ്ങൾ ഒരു തരത്തിലുള്ള അധിനിവേശവും പരമ്പരാഗതമായി ഞങ്ങൾ അധിനിവേശത്തെ അംഗീകരിക്കാത്തവരാണ്. അങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആദരവ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഉക്രൈൻ വിഷയത്തിൽ ഇവർ റഷ്യയ്ക്കൊപ്പമാണ്. ഉക്രൈൻ എന്ന രാജ്യം ഈ ഇറാൻ്റെ പോലത്തെ രാജ്യമേ അല്ല. അത് സ്വതന്ത്രമായും നീതിപൂർവമായും തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പരമാധികാര രാഷ്ട്രം എന്ന സ്ഥാനത്തിന് അർഹത നേടിയ രാജ്യമാണ്. യഥാർത്ഥ പരമാധികാര രാഷ്ട്രം. ആ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയ റഷ്യയെ ന്യായീകരിച്ചിട്ടാണ് ഇവിടുത്തെ പരമാധികാരം ഇവർ പറയുന്നത്. ഏത്? ഒക്യുപ്പൈ ചെയ്ത പരമാധികാരം. ജനങ്ങൾ കൊടുത്ത പരമാധികാരമല്ല ഖൊമേനിയുടെ, ഒക്യുപ്പൈ ചെയ്ത പരമാധികാരം. അപ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാവും, ഇവർ തലകുത്തി നിന്നാണ് കാര്യങ്ങൾ കാണുന്നത്. നീതിപൂർവമായ ഇലക്ഷൻ നടത്താതെ 1979 മുതൽ ഭീകര ഭരണം അഴിച്ചുവിട്ട ഖൊമേനിയാണ് ഇവർക്ക് പരമാധികാരി. ഇറാനാണ് പരമാധികാര രാഷ്ട്രം. ജനാധിപത്യ വ്യവസ്ഥയുള്ള
ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡൻ്റുള്ള ഉക്രൈൻ അവർക്ക് പരമാധികാര രാഷ്ട്രമേ അല്ല. ജാതി ആളുകളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇവരിൽ തന്നെ ചിലർ നരേന്ദ്രമോദിയെയും ഖൊമേനിയെയും താരതമ്യപ്പെടുത്തുന്നു. നരേന്ദ്രമോദിയെ എത്ര മോശമായാലും അയാളെ മറ്റൊരു രാജ്യം സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് അവർ പറയുന്നു. നല്ല വാദമാണ്, മോശമൊന്നുമില്ല. കാരണം അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് വാചാടോപം മാത്രമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇതിനൊരു താരതമ്യം പോലും സാധ്യമല്ല. നരേന്ദ്രമോദിയുടെ പദവിയും ഖൊമേനിയുടെ പദവിയും താരതമ്യപ്പെടുത്താനേ കഴിയില്ല. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. മോദിയുടെ ഇന്ത്യ ജനാധിപത്യം, മതേതര രാഷ്ട്രം, അത് മാത്രമല്ല പരമാധികാരമുള്ള രാഷ്ട്രമാണ്, സോവറിൻ ആണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി എന്നതാണ് മോദിക്കുള്ള പദവി. ട്രംപും അങ്ങനെ തന്നെയാണ്. ട്രംപ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത പ്രസിഡൻ്റാണ്. ഇവരൊക്കെ അമിത അധികാരം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള സിസ്റ്റം ആ നാട്ടിലുണ്ട്. അമേരിക്കയിലുണ്ട്, ഇസ്രയേലിലുണ്ട്. ഇവിടെയൊക്കെ പ്രതിപക്ഷമുണ്ട്, പത്രങ്ങളുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമങ്ങൾ വഴി ജനവികാരം അവർ അയച്ചു വിടുന്നുണ്ട്. ഈ ഒരു സിസ്റ്റവും ഖൊമേനിയുടെ ഈ മതരാഷ്ട്രവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തും? ഫോൾസ് അനോളജി എന്നൊരു കുതർക്കമാണ് ഇവർ നടത്തുന്നത്. എന്തിനു വേണ്ടി? ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി. ഖൊമേനി ഒരു ഏകാധിപതിയും മത മേധാവിയുമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. അയാൾക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ല. 2023 അവിടെ നടത്തിയ ഒരു അനൗദ്യോഗികമായ ഒരു സർവേയിൽ 90% ജനങ്ങളും ഇയാളെപ്പറ്റി പറഞ്ഞത് ഇയാൾ ഇറാൻ ഒക്യുപ്പൈ ചെയ്ത ഇസ്ലാമിസ്റ്റ് ആണ് എന്നാണ്. നിങ്ങളുടെ രാജ്യം സൂത്രത്തിൽ കൈയടക്കിയ അധികാരം പിടിച്ചെടുത്ത് അവിടെ തന്നെ പറ്റിപ്പിടിച്ച് കിടന്ന തെമ്മാടികൾ ഇതാണ് ഈ ഖൊമേനിയെ പറ്റിയും ഖൊമേനിമാരെ പറ്റിയും ഈ ഇറാൻകാരുടെ അഭിപ്രായം. മോദിയെയും ട്രംപിനെയും വേണമെങ്കിൽ നമുക്ക് ഇവരെന്തായാലും താരതമ്യം ചെയ്യുമ്പോൾ ചേരുന്ന ആളുകളെ വേണമല്ലോ താരതമ്യം ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ മോദിയെയും ട്രംപിനെയും താരതമ്യം ചെയ്യാം. കാരണം ഇവർ ജനാധിപത്യത്തിൽ ചില തിരുത്തുകളാണ് ഇവർ, അല്ലെങ്കിൽ ഇവരൊരു അബറേഷൻ എന്ന് പറയാം. ഇവരിലൊരു വഴിതെറ്റൽ നമുക്ക് ദൃശ്യമാണ്. ഇവർ പരമ്പരാഗതമായി നിലനിന്ന് വരുന്ന ജനാധിപത്യ രീതികളല്ല ഇവർ അവലംബിക്കുന്നത്. അല്ലാതെ അത് ജനാധിപത്യം കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന അബറേഷനാണ്. ഇവരെ ഖൊമേനിയുമായും പുട്ടിനുമായൊന്നും ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അമേരിക്കയിൽ 2 തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാൻ വരെ പറ്റില്ല. അത് മനസ്സിലാക്കണം. ട്രംപിന് ഇനിയൊന്നും 1 തവണ ഇല്ല. ഇന്ത്യയിൽ ചാവും വരെ തുടരാം. പക്ഷേ അതും വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ആ നിയമം വേണമെങ്കിൽ മാറ്റാം. അതുപോലാണോ ഈ ഖൊമേനിമാരുടെയും പുട്ടിൻ്റെയും അല്ലെങ്കിൽ ചൈനയിലേക്ക് സ്ഥിതി? മരിക്കും വരെ ആ സ്ഥാനത്തിരിപ്പാണ്. നമ്മുടെ കേരളം ജനാധിപത്യം പുലരുന്ന ഈ കേരളത്തിൽ പോലും ഇവിടുത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റിന് മരിക്കും വരെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം. ഇതല്ലേ സത്യം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്രയേലോ അമേരിക്കയോ ഖൊമേനിയെ കൊല്ലണം എന്ന് ജനാധിപത്യ ലോകം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ ഖൊമേനിക്ക് വേണമെങ്കിൽ സ്വയം തിരുത്താനുള്ള സമയമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. ഇലക്ഷൻ നടത്തി തനിക്ക് മാൻഡേറ്റ് ഉണ്ടോ എന്ന് അയാൾക്ക് പരിശോധിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഈ അമേരിക്കക്കാരൻ്റെ പറയുന്നില്ല, മറ്റേതെങ്കിലും രാജ്യത്തിന് വന്ന് ഇടപെട്ട് അയാളെ മാറ്റാമായിരുന്നു. എന്താ ചൈനയ്ക്ക് വരാമായിരുന്നില്ലേ? പുട്ടിന് വന്ന് മാറ്റാമായിരുന്നില്ലേ? പോട്ടെ, MA ബേബിക്ക് പോളിറ്റ് ബ്യൂറോ കൂടി അത് മാറ്റാമായിരുന്നു. സ്വരാജിനോ DYFയുടെ ലോക്കൽ കമ്മിറ്റി വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമായിരുന്നു. പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിക്ക് വേണമെങ്കിൽ മാറ്റാം, കോൺഗ്രസ്സിന് മാറ്റാം, നരേന്ദ്രമോദിക്ക് ആർക്ക് വേണമെങ്കിലും ഇടപെട്ട് ഇദ്ദേഹത്തെ സ്ഥാനമൊഴിപ്പിക്കാമായിരുന്നു. കാരണം ഇറാനിലെ ജനതയ്ക്ക് മതഭരണം പോകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ആവശ്യം ഉന്നയിച്ച് 9 തവണ പ്രക്ഷോഭം നടത്തിയപ്പോഴും 9 തവണയും നിഷ്ഠൂരമായി പ്രക്ഷോഭകരെ കിളിയെ വെടിവെക്കുന്ന പോലെ വെടിവെച്ചിട്ടു. ഇതല്ലേ ഉണ്ടായത്. ഇത്രമാത്രം ചെയ്ത് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിലും ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നില്ല.
കാരണം മറ്റ് വിദേശ ശക്തികൾ ഇടപെടുമായിരുന്നില്ല. വിവിധ രാജ്യങ്ങളിലുള്ള ഭീകരവാദി സംഘങ്ങൾക്ക് പണവും ആയുധങ്ങളും കൊടുത്ത് അവർ മൊത്തം അറബ് രാജ്യങ്ങളുടെ സമാധാനം കെടുത്തി. രഹസ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മല തുറന്ന് അടിയിലേക്ക് പോയി. അങ്ങനെ ആ ആറ്റം ബോംബ് ഉണ്ടാക്കി ആദ്യത്തെ ആറ്റം ബോംബ് ഇസ്രായേലിൻ്റെ മേലെ കൊണ്ടുകിടും എന്ന് പരസ്യമായി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആരും ചോദിക്കാനില്ല എന്നും പറഞ്ഞ് അഹങ്കരിച്ച് പുളച്ച് നടക്കുന്ന ഒരു ഗുണ്ടയെ മറ്റേതെങ്കിലും ഗുണ്ട വന്ന് കൊല്ലും. അതാണ് ഈ തെരുവിലെ നിയമം. രാഷ്ട്രങ്ങൾ ആ തെരുവ് നിയമം ഏറ്റെടുക്കുമ്പോൾ അതിനെ നമ്മൾ പറയും വിദേശ ശക്തികളുടെ ആക്രമണം എന്നാണ് പറയുക. ഫലത്തിൽ ഒന്ന് തന്നെ. ഈ പ്രഭാഷണം ചുരുക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. കാൾപാപ്പറുടെ വാചകങ്ങളാണ് ഞാൻ വീണ്ടും. തുറന്ന സമൂഹത്തിൻ്റെ വക്താവായിരുന്നു കാൾപാപ്പർ. അദ്ദേഹം പറഞ്ഞു, അൺലിമിറ്റഡ് ടോളറൻസ് മസ്റ്റ് ലീഡ് ഡിസപ്പിയറൻസ് ഓഫ് ദിസ് ടോളറൻസ്. അതായത് അതിരുകളില്ലാത്ത സഹിഷ്ണുത, അത് സഹിഷ്ണുതയുടെ തന്നെ നാശത്തിന് കാരണമാകും. അങ്ങനെ നശിക്കാതിരിക്കാൻ അറ്റാക്കുകൾ, ഇതുപോലുള്ള അറ്റാക്കുകൾ വേണ്ടിവരും. തുറന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന ഏകാധിപതികൾ, ഖൊമേനിമാർ ഒരുപാട് ലോകത്തുണ്ട്. അവരുടെ കയ്യിൽ, പലരുടെ കയ്യിലും ആണവായുധം കൈവശമുണ്ട്. അവരെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവരെപ്പോലാകുന്ന പ്രാന്തന്മാരെ, അവരെപ്പോലെ ആകാൻ ശ്രമിക്കുന്ന പ്രാന്തന്മാരെ നമുക്ക് ഒതുക്കാൻ പറ്റും. ഓപ്പൺ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണ്. വേറെ നിവൃത്തിയില്ല. ഇതാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രഭാഷണം പൂർത്തിയായതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.